ഗൈസ്, റിട്രിബിൾ 4 ബാക്ക് ഇൻ ആക്ഷൻ ഗൈസ്. ഞാൻ നീ ഒരു കാര്യം ചെയ്യാൻ പോവാം. ഡെയിലി ഒരു വീഡിയോ, ഇപ്പോൾ പറ്റുന്ന സമയമായതുകൊണ്ട് ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ പറ്റുന്ന സമയം, പിന്നെ ഇനിയിപ്പം കുറച്ച് പരിപാടിയുണ്ട്, അതിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിയത്തില്ല. സോ ഇപ്പോൾ പറ്റുന്ന സമയമായതുകൊണ്ട് ഒരു ദിവസവും ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതാണ് എൻ്റെ ഭാവിക്ക് നല്ലത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടോക്സിക് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞ് വാടാ നമുക്ക് റൂം മാച്ച് കളിക്കാടാന്ന് പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ഓപ്പോസിറ്റിലുള്ള അവന്മാർ വന്നിട്ട് ടോക്സിക്കിനെ ചാലഞ്ച് ചെയ്താന്നാണ് പറഞ്ഞ്. നോക്കാം അവരത്ര വലിയ പ്ലെയേഴ്സ് ആണോ എന്ന്. ഞാൻ വലിയ പ്ലെയറൊന്നും അല്ല കേട്ടോ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന് കാരണം ഈ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ ഇത്ര വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്, അപ്പം നീ എൻ്റെ കൂടെ നിന്ന് കളിച്ചു പോകണം അങ്ങനെയൊക്കെ പറയുന്ന അത്ര അളവിൽ ഞാൻ വലിയ പ്ലെയറൊന്നും അല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, വേറൊന്നുമല്ല. കളിക്കാൻ അറിയത്തില്ലെന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ വലിയ പ്ലെയറൊന്നും അല്ല, വൺ ടാപ്പ് പ്ലെയറൊന്നും അല്ല. ഹെഡ് ഷോട്ട് ഓൺലി മാച്ചാണിത്. അതുകൊണ്ട് മനസ്സിലാവും, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നെ കാണുന്നവരെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിപ്പം 2 പേരാണെങ്കിൽ ശരി, 3 പേരാണെങ്കിൽ ശരി, എനിക്കൊരു കുഴപ്പമില്ല. എന്നെ കാണുന്നവരെനിക്ക് എൻ്റെ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണേ, അത്രമാത്രം പറയുള്ളൂ. ചെറുക്കനെ എന്താണോ ഫിനിഷിങ് ചെയ്തോ, എത്തടാകിയാണോ എൻ്റെ ടീംമേറ്റിനെ അടിച്ച് വലിയ തെറ്റ് ചെയ്തു. ഓ അടിച്ച് കറക്കി. അയ്യോ നാട്ടുകാരെ അടിക്കല്ലടാ കുഞ്ഞെ. അതവന് പറ്റി. ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖത്തിലാണിപ്പോൾ. മെഡിക്കറ്റ് അടിക്കാതെ നല്ല ഹെൽമെറ്റ് കാണുന്നില്ല കേട്ടോ. റിപ്പയർ ചെയ്യാൻ പോലും ഉള്ളതാണ് എനിക്ക് തന്നില്ല. അടിച്ചടിക്ക് ഹെൽമെറ്റ് പോയി. മെഡിക്കറ്റ് അടിച്ചോ റഷ്യയിൽ നിന്ന് വരുവാണല്ലോ ഇയാള്. ഞങ്ങൾ 0 അങ്ങനെ എന്തോ അടിക്കാൻ എന്തോ ദേഷ്യത്തിലെന്തോ ആണ് ചേർക്കാൻ കാര്യമുണ്ടോ. ഓ കിടക്കവിടെ നാളെ തന്നെ കളിക്കില്ല. ഞാൻ റെഡ് 4 നിട്ടതിനൊരു കാര്യമുണ്ട്. വൈറ്റ് 4, സ്മൂത്ത് 4 അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് PC പ്ലേസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ കാണാൻ. അപ്പോൾ എനിക്ക് റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ചു റെഡ് 4 എന്ന് കിട്ടാലെന്താ, അങ്ങനെ നേട്ടാണ് ഈ റെഡ് 4. എനിക്കിനി ഒരാഗ്രഹം കൂടെ ഉണ്ട്. ബണ്ണി വണ്ടിൽ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു, അത് ഞാൻ എടുത്തു. ഇനി എൻ്റെ ഒരാഗ്രഹം കൂടി ഉണ്ട്, ഒറ്റൊരാഗ്രഹം കൂടി ഉണ്ട്. M18 ഏത് സ്കിന്നാണെങ്കിലും കുഴപ്പമില്ല, ഒരു നല്ല സ്കിൻ നോക്കും, അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഈ ടോപ്പത്ത് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ ഇത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാം. എൻ്റെ ഗൺ സ്കിൻസ് പിന്നെ ഡ്രസ്സ് ഒക്കെ ഞാൻ കാണിക്കാം. ഒന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങനെയൊന്നും ടോപ്പപ്പ് ചെയ്യാൻ ചെയ്യാറില്ല. ഓ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അടിക്കുന്നത്. ഇവനെന്താടാ ഗ്രനേഡോ? നല്ലപോലെ കളിച്ചുകൊണ്ടിരിക്കുന്നവന്മാരെ വെറുതെ ചാക്കൻ റൂം എന്നെ വിളിച്ചു വരുത്തി എന്നെയും കൂടെ അവമാനിക്കാൻ. പറ്റത്തില്ല കുഞ്ഞെ, കുറച്ച് പാടാം, നോക്കി കളിക്ക്. ഇവ അടിക്കുന്നില്ല, അതാണ് ഇവൻ്റെ പ്രശ്നം. ഇവ അടിക്കുന്നില്ല, ഇവ വെറുതെ മൂവ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ പേടി അടിക്കാൻ. അടിക്കടാ, കയറി അടിക്കണം, അത്രേ ഉള്ളൂ. ഇവ ജമ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ അടിക്കാൻ അറിയുന്നില്ല, പേടിയാണ് തോന്നുന്നത്. നല്ലൊരു ഹെഡ് കൊടുത്തു. ഓ കുറേ കൂടെ അടിച്ചു ചാറ്റ. ശരി, നിങ്ങൾ പ്ലെയർ തന്നെ സമ്മതിച്ചു. അയ്യോ M18 വുഡ്പെക്കർ ഡെസേർട്ടുകൾ ഈ കോമ്പിനേഷൻ ആയിട്ടുള്ള കളിയില്ല, പ്രത്യേകിച്ച് വൺ ടാപ്പിന്. ടോക്സിക് പേരിലുണ്ട്, വെനം ടോക്സിക് വിഷം എന്നാണല്ലോ. പോയിസൺ
എടാ എന്താടാ ഗ്ലൂ വാൾ ഇടാതെ അങ്ങനെ ആരും കയറി ചെല്ലുമോ? ഞാൻ ഗ്ലൂ വാൾ ഇടാതെ ഈ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ചിൽ അവനെ അടിക്കാന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ വാൾ ഇടാണ്ട് കയറി അടിക്കും. ഇപ്പോൾ നെറ്റ് ഷോട്ട് തന്നെ ആണെങ്കിൽ, കാരണം ബോഡി കയറില്ലല്ലോ. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ വാൾ ഇടാതെ ജമ്പ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ മാച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്ലൂ വാൾ എന്നിട്ടോണ്ട് പോയില്ലെങ്കിൽ നമ്മൾ ഒളിച്ചിരുന്ന് ദൂരത്തുനിന്ന് ഒറ്റ അടി അടിക്കും. ഇത്ര ഒന്നും കൊള്ളുന്നില്ലല്ലോ, എല്ലാം മിസ്സാവുകയാണ്. അതാ 2 എണ്ണം കൂടി വരുന്നു. ഓ കൊള്ളുന്നില്ല, അവനടിക്കുന്ന കൃത്യം കൊള്ളുന്നുണ്ട്. 18 ഹെഡാണെന്ന് തോന്നുന്നു. കിടക്ക്, അടിക്കല്ലേ കടാ. കിടക്ക്, നിങ്ങൾ വിട്ടാൽ ശരിയാക്കില്ല. കൊള്ളുന്നില്ല. കറക്റ്റ് ടൈമിനാണ് അവനെ കിട്ടുന്നത്. അടിച്ചിട്ടു. കുഴപ്പമില്ല, നല്ല ഗെയിം പ്ലേ. അത് ഞാൻ ടീമേജല്ല, ടോക്സിക് ഇട്ടതാണ്. നല്ല ഗെയിം പ്ലേ, ഒന്നും പറയാനില്ല. ആംഗ്രിയുടെ കൂടുതൽ ഡ്രസ്സാണ് ചെക്കൻ ഇട്ടായിരുന്നത്. കളിക്കേണ്ട വെച്ചാൽ ഇപ്പോൾ ബണ്ണി വണ്ടിൽ കോളനി ആയെന്നെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ല ഗൈസ്, കോളനി ഒന്നും ഒരിക്കലും ആവില്ല. എങ്കിൽ പിന്നെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമല്ലോ. റീചാർജ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും. പക്ഷേ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു എന്താ പറയുക, ഒരു 5000 പേര് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 4000 പേര് എടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ള 1000 പേരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവില്ലേ. അതുകൊണ്ട് കോളനി ഒന്നും ഒരിക്കലും ആവില്ല. ഇവരെ ചുമ്മാ അങ്ങ് വിടുന്നു, നമ്മൾ റീചാർജ് ചെയ്ത് എടുക്കുന്നു, ടോപ്പപ്പ് ചെയ്ത് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കോളനി ഒന്നും ആവില്ല. അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും ഇല്ലാത്ത സാധനങ്ങൾ അതിനുള്ള എല്ലാ ഇതും ഉണ്ടാവും. എന്താ പറയുക, അതിനുള്ള പ്രയോറിറ്റി എപ്പോഴും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ബാക്കിയുള്ളവർക്ക് എന്താ മൈൻഡ് സെറ്റ് എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ബ്ലാക്ക് ബണ്ണിയും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് തോന്നൽ എനിക്കുണ്ട്. എന്ത് കോളനി ആയാലും ശരി. ഇതെന്താണെന്നറിയോ, ഇത് ആര് ഈ പടർത്തിയ റൂമേഴ്സാണെന്ന് എനിക്കറിയില്ല. അത്രയും ടോപ്പപ്പ് ചെയ്ത് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടിരുന്നല്ലേ. ഇപ്പോൾ എല്ലാം ഈസി ആയിട്ട് കിട്ടാൻ തുടങ്ങിയത് കൊണ്ട് പിടിക്കാത്ത ചില ഇഷ്ടമല്ലാത്ത ആൾക്കാർ പറഞ്ഞു പരത്തിയ ഡയലോഗാണ്. അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും കിട്ടണം. കൂടുതൽ പേര് ഈ ടോപ്പപ്പ് ചെയ്ത് സൂസൈഡ് ചെയ്തു അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസൊക്കെ വരുന്നത് കാരണമാണ് ഇവരിങ്ങനെ കൊണ്ടുവന്നത്. അത് നല്ല കാര്യമാണ്. എല്ലാവരും എടുക്കണ്ടേ, അവർക്കും വേണ്ടേ. ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഈ ബണ്ടിലൊക്കെ ഇടണമെന്ന്. എനിക്ക് വലിയ ഡ്രീംസ് ഒന്നുമില്ല. പക്ഷേ ഞാൻ ഈ ബണ്ടിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പാതി ആഗ്രഹങ്ങൾ തീർന്നു. നമുക്ക് ഗെയിം പ്ലേ പറ്റി സംസാരിക്കാം. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ ഒരുത്തനെ അടിക്കും, അവൻ ഒരുത്തനെ അടിക്കും. അങ്ങനെയാണ് മാച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവസാനം അവൻ എന്നെ അടിക്കും. എവിടാ ഇവൻ വരുന്നില്ല കേട്ടോ. ഇവൻ ഒളിച്ചിരുന്നാണ് എന്നെ അടിക്കുന്ന പാതി. ഈ പ്രാവശ്യം അവനെ അറിഞ്ഞില്ല. മോന് നല്ല അടിയെന്തോ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ചെറുക്കന് ഇവൻ്റെ ഒരു ജമ്പ് ഷോട്ട് ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് ഹെഡാണ് കയറുന്നത്. അവന് നല്ല ഡാമേജും കൊടുത്തിട്ടുണ്ടേ. അതിൻ്റെ കാര്യമേ ഉള്ളൂ. ചെക്കമ്മ നല്ല ഡാമേജ് ഒന്നും എനിക്ക് എൻ്റെ പൊന്നെ അടിക്ക് തൊട്ടാ ഹെഡ്. നമ്മൾ ചുമ്മായിരിക്കുമോ? ഈ പി സിയുടെ സിമ്പിൾ ഇവൻ ഈ വെച്ചേക്കുന്ന ടോക്സിക് അവൻ്റെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയുന്നില്ല. അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത് വെച്ചെന്നൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. ആ പി സിയുടെ സിമ്പിൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ പോയ വീഡിയോയിലും പറയാൻ മറന്നത്, കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കല്ലേ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് മാത്രം ചെയ്യും. ലൈക്ക് മാത്രം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. സബ്സ്ക്രൈബ് ഒന്നും ഡസൻറ്റ് മാറ്റർ. സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഗൈസ്. പൊന്നെ വരുന്ന വരവുണ്ടവൻ. ഇന്ന് ഞാൻ അടിക്കുന്നുള്ള രീതിയിലാണ് അവൻ കയറി വരുന്നത്. അയ്യോ, അടിക്കുകയും ചെയ്തു. ചെറുക്കൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെന്നാണ് തോന്നുന്നത്. അവിടെ നിൽക്കട, ഒന്നും കൊള്ളുന്നില്ല. അപ്പം മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അയ്യോ ഷേ, ലോങ്ങിൽ നിന്ന് അവനെന്നെ അടിച്ചു. ഞാൻ ഓപ്പൺ, ഇതാണ് തെറ്റ്. അടിപൊളി.
ഈ പരിപാടി ഇവന്മാർ കാണിക്കും പാതി വരെ. ഇതാണ് ഞാൻ ആരും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ റൂമിലേക്ക് പോകാത്തത്. റാൻഡമായിട്ട് കളിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ശരി ഇതിലും ചാലഞ്ച് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ ആരും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിലെങ്കിലും വരാം. ഇതിപ്പം ഇവൻ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ കളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ വിളിച്ച് വരുത്തിയിട്ട് അവനെന്തോ ഓഫ്ലൈൻ പോയി, പോയിന്നാ തോന്നുന്നു മാച്ച് വിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും. അതാണ് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക്. അവന്മാർ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. അവന്മാർ നിങ്ങൾ കണ്ടതല്ലേ അവന്മാരുടെ ഗെയിം പ്ലേ. അപ്പോൾ ഇതിപ്പം കറക്റ്റ് 1v2 സിറ്റുവേഷൻ നോക്കാം. ഞാൻ എന്തായാലും 1v2 കളിക്കാറില്ലല്ലോ, അപ്പോൾ ഇനി ഇതെനിക്കൊരു ചാലഞ്ച് ആവട്ടെ. ഗണ്ണൊക്കെ ഉണ്ട് അവൻ്റെ കയ്യിൽ. അപ്പോൾ ഇവൻ ഓഫ്ലൈൻ അല്ലേ? എന്ത് തേങ്ങയാണോ? ഓ ഇപ്പം ഭയങ്കര റഷറാണ് കേട്ടോ. കിടക്കവിടെ 2 ഹെഡും കയറി വല്ല കാര്യമുണ്ടോ മോനെ? ഒരു വട്ടം നീ അടിച്ചെന്ന് കരുതി നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് നീ. നിനക്കും കൊള്ളും, തീർച്ചയായും കൊള്ളും. ആ പൊസിഷൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ കൊള്ളിപ്പിക്കുന്നു. ഓ കുറച്ച് ഡയലോഗ് കൂടിപ്പോയോ എന്നൊരു സംശയം. അത് തന്നെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു ഒരുമാതിരി വല്ലാത്ത ഗെയിം പ്ലേ ആണ് ഇവൻ്റെ. ഈ ഇതെന്ന് പറയുന്നത് ഗെയിം കളിക്കാൻ അറിയാത്തതുകൊണ്ടല്ലോ കേട്ടോ. എന്ന് പറഞ്ഞാൽ പേടി സംഭവിച്ചിട്ടാണ് നമ്മുടെ മൂവ്മെൻറ്റ് ഇങ്ങനെ പതറിപ്പോകുന്നത്. ചില സമയം നമ്മൾ ഈ ഫ്രസ്ട്രേറ്റ് ആകുമ്പോഴോ വല്ലാത്തൊരു സിറ്റുവേഷൻ വരില്ലേ, നമ്മൾ എന്ത് ചെയ്യും ഉള്ള സിറ്റുവേഷൻ വരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടാണ്ട് വരിക, ഫയറിങ് കിട്ടാണ്ട് വരിക. അതാ നമുക്ക് എന്താ കാണിക്കുന്ന അവനൊന്നും അറിയില്ല. പടമാവും മോനെ ഇങ്ങനെ ഓപ്പണിൽ നിന്നാൽ. കളിക്കാൻ അറിയുന്ന പിള്ളേരാണ് അത്. അവർ മലയാളീസ് ആണെന്ന് അറിയില്ല, അത് ഇവൻ എന്നിട്ട് പറഞ്ഞില്ല. അവർ മലയാളീസ് ആവാനാണ് സാധ്യത. അല്ലാതെ ബംഗാളികളും തലമൊന്നും ചാലഞ്ച് ചെയ്യത്തില്ലല്ലോ. കളിക്കുന്നില്ലേ ഇവൻ കാണിക്കുന്നത്? നിങ്ങൾ ഇവൻ എന്താ കാണിക്കുന്നത്? ഇവൻ താഴേക്ക് നോക്കിയാണ് പോകുന്നത് ഫുള്ള്. നോക്ക്, അവൻ അടിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ അവൻ ഇഷ്ടംപോലെ ചാൻസ് കിട്ടുന്നുണ്ട് ഇവനെ അടിച്ച് കൊല്ലാൻ. കണ്ടോ, ഇവനായിട്ട് നിന്ന് കൊടുക്കുകയാണ്. നിങ്ങളിവൻ്റെ ഗെയിം പ്ലേ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഇവനായിട്ട് നിന്ന് കൊടുക്കുകയാണ്. അത് ഞാനിട്ടും മാറ്റാം, എങ്കിലേ തുറക്കാൻ കുറച്ച് ദേഷ്യം വരുള്ളൂ. അതേ M18-7 വുഡ് പെക്കർ ആൻഡ് ഡെസേർട്ട് ഈഗിൾ. നമുക്ക് കളിക്കാം. അയ്യോ താരാളാ ഈ സമയത്ത്. ആരോ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഓക്കെ അതുവഴിയല്ലടാ വരേണ്ടത്. നീ നേരെ വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നു. അവൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ കണ്ടതാണ്. അവൻ എന്നിട്ട് അങ്ങോട്ട് പോയി. അവൻ അതുവഴി വന്നു. മോനെ അരുതേ, കളിക്കല്ലേ ചേട്ടനോട്. ഓഫ്ലൈനാ അല്ല, പക്ഷെ അവനും കൊണ്ടു. അതിന് കുറച്ച് ടൈം താ. നിങ്ങൾ ലീഡ് 2 റൗണ്ട് ലീഡിലാണെങ്കിലും 2 റൗണ്ട് ലീഡല്ല, നിങ്ങൾ 6 റൗണ്ട് നിങ്ങൾ ജയിച്ചാലും ഞാൻ അവസാനത്തെ റൗണ്ടിൽ പിടിക്കും. അതെൻ്റെ ഒരു വാശിയാണ്. വേണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സീനാക്കും. ഗൈസ് മലയാളി പവറല്ല. പിന്നെ ആര് വരില്ല. 2 അടി 3 അടി കൊണ്ടുവന്ന് കഴിഞ്ഞാലേ പിന്നെ ടീമേറ്റ് ചാവും കൂടി ചെയ്തപ്പോൾ അവനൊരു ചെറിയ വിഷമം. പടമാവുമെന്ന് തീർച്ചയായും കിട്ടുകയാണെങ്കിൽ അവൻ പടമാവും. ഒളിച്ചിരുന്നൊക്കെ അടിക്കുകയാണെങ്കിൽ എന്നെ പുറമെന്നൊന്ന് അടിക്കുക, ഒളിച്ചിരുന്ന് അടിക്കുക, പ്രതീക്ഷിക്കാത്ത ടൈമിൽ അടിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നെ കൊല്ലാൻ പറ്റും ഈസിയായിട്ട്. കാരണം എനിക്ക് അത്ര മൂവ്മെൻറ്റ് സ്പീഡൊന്നും ഇല്ല. കാരണം ഇങ്ങനെയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും 1v2 സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. ഈ ചടക്കം അവൻ ഓഫ്ലൈനായി. ഓഫ്ലൈൻ ഹോ ഗയാ ക്യാ യാർ എന്നെ തമ്പി. നമുക്ക് കളിക്കാം. എന്തായാലും അവൻ ഓഫ്ലൈനായി. ഇനിയിപ്പോൾ നമ്മൾ കളിച്ചേ പറ്റുള്ളൂ.
ഓ നന്ദിയുണ്ട്. നന്ദിയുള്ള പിള്ളേരൊക്കെയാണ് കേട്ടോ. അമ്മമാർ കളിക്കാൻ അറിയുന്നുള്ള ഇതേ ഉള്ളൂ. അമ്മമാർ ഇമോട്ട് ഇട്ടിട്ടില്ല, അഹങ്കാരമില്ല. അമ്മമാർ കളിക്കാൻ അറിയാം, ശരിക്കും കളിക്കാൻ അറിയാം. അമ്മമാർ ഇമോട്ട് ഇട്ടിട്ടില്ല, ഒന്നും ഇടുന്നില്ല. അമ്മമാർ കളിച്ചതാ നോക്ക്. 5, 3, 4, 5 2 റൗണ്ട് ലീഡിലാണ്. എന്നിട്ട് അമ്മമാർ ഇവനെന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഓൺലൈൻ വരുന്ന, ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈൻ പോകണം. ഇത് രോഗം വല്ലതും ഉണ്ട്. നെറ്റ്വർക്ക് എന്താ ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ റൂമിൽ നിന്ന് അങ്ങനെ പോയിട്ട് വരാൻ പറ്റില്ലല്ലോ. പക്ഷെ ഗണ്ണെടുക്കുന്ന സ്ഥിതിയൊന്നും കാണാനില്ല. നീ വരണ്ട കുഞ്ഞ്. നീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ചത്ത് കഴിയുമ്പോൾ എനിക്ക് ഒരുമാതിരി വല്ലാതെ കളിക്കാൻ പറ്റില്ല. അതോ ഇപ്പം വന്നു ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. എന്തായാലും മാച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. അവൻ്റെ ഫ്രണ്ടൊന്നുമല്ല, ഗെയിമിലെ ഫ്രണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ നമ്പറൊന്നും ഇല്ല. മാച്ച് കഴിയുമ്പോൾ ചോദിക്കാം. എവിടാ എടാ, ഇതുവഴിയല്ലടാ നിങ്ങൾ വരേണ്ടത്. ഓ അവൻ ഓഫ്ലൈനാണ്. അവൻ ശരിക്കും ഓഫ്ലൈനായി. അങ്ങനെ കയറി ചെല്ലല്ലേ. ഇതാ അവിടെ ഒത്ത് ഒളിച്ചിരിക്കുന്നുണ്ടോ? എടാ നല്ലപോലെ കളിച്ചോണ്ടിരുന്നടാ നിങ്ങൾ. പിന്നെ എന്തിനാടാ ഇങ്ങനെ ഒളിച്ചിരുന്നടിക്കണേ? ടീമേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയാണ്. ഒറ്റയ്ക്ക് അടിക്കാൻ ഒരു പേടി. റൂം മാച്ച് അല്ലടാ, കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ. അടിച്ച് പഠിക്കണം. നല്ല പവർ. ഓ മൈ ഗോഡ്, 53 മീറ്റർ ദൂരത്തിൽ ഇതാ വെസ്റ്റ് ലെവൽ 4 എടുത്താലോ? എൻ്റെ വെറും ലെവൽ 2 വെസ്റ്റ് ആണേ. എടുത്ത ഒരു സുഖം. അത് എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും കിട്ടുന്നത് ഏറ്റവും സുഖം. അയ്യോ, മാച്ചിൻ്റെ ഡ്യൂറേഷൻ 17 മിനിറ്റായി. അയ്യോ, ഞാൻ ഡെസേർട്ട് ഈഗിൾ എടുത്തില്ല. കൊള്ളുന്നില്ല. ഇതാണ് വിഷയം. എനിക്ക് ചുമ്മാ നിൽക്കുമ്പോൾ കൊള്ളില്ല. എന്താടാ ടൈമിംഗ് ആണോ? ഇവിടെ ഒരുത്തന്നെ പടമാക്കിയപ്പോൾ അവിടെ ഒരുത്തും പടമായി. ഇവന് ഓഫ്ലൈൻ പ്ലെയർ, ഇവൻ എന്തോ ഒരു പ്ലെയർ. ஏண்டா என் டீம்மேட்ஸ் மட்டும் இப்படி வரீங்க? മെഡിക്കറ്റ് അടി. വാണം വിട്ട പോലെ പോയതവൻ. വാണം വിട്ടതുപോലെ. ഓ അത് ഞാനായിട്ട് കുറച്ച് അഹങ്കാരം ഓസ്മോട്ടായതാണ്. 6-4. ഇനി നിങ്ങൾ പറ, 6 റൗണ്ട്. ഇനി ഒറ്റ റൗണ്ടല്ലേ അവർക്കുള്ളൂ. ഞങ്ങൾ ജയിക്കുമോ തോക്കുമോ നിങ്ങളെ തീരുമാനിക്കുക. കിടക്ക്. നീയല്ലേ ആ ഓൺലൈൻ പ്ലെയർ? മോനെ ഹെഡ് ഷോട്ട് ഓൺലി ആണെങ്കിൽ ശരി, പിന്നെ റിവൈവ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ തലയിൽ തന്നെ നോക്കും. ഈ നോക്കായി കിടക്കുകയാണെങ്കിൽ ശരി. PC പ്ലെയറടാ, ഫോണിൽ കളിക്കുന്ന PC പ്ലെയറടാ. ഇനി നമുക്ക് 2 റൗണ്ട്, അവർക്ക് ഈ ഒറ്റ റൗണ്ട്. എന്താ എന്ത് സംഭവിക്കും നിങ്ങൾ തന്നെ പറ. ടോക്സിക് ഇങ്ങനെ പോവല്ലേ. ഇവൻ കാരണം എനിക്കാണ് ടോക്സിക്. അതുകൊണ്ട് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് വെച്ചാൽ മാത്രം അതിനെ ഒളിച്ചിരുന്നടിക്കുന്നു. ഓ എടാ എന്തടാ, കഴിഞ്ഞില്ലേ? ടോക്സിക്, നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി. ഓക്കെ മാൻ, നീ അപ്പോൾ എനിക്കൊരു ചാൻസ് തന്നതാണ്. താങ്ക്സ് ബഡി.
അത് ഞാൻ സത്യത്തിൽ പ്രതീക്ഷയില്ല കേട്ടോ. അവനവിടെ ഇവനെ ഒളിച്ചിരുന്നാണ് എന്നെ അടിക്കാൻ പറഞ്ഞില്ല. ഞാൻ ഒളിച്ചിരുന്ന് അടിച്ചാലോ എൻ്റെ പുറകെ ഒന്ന് അടിച്ചാലോ നോ രക്ഷ. ബിക്കോസ് ഞാൻ അത്ര വലിയ മൂവ്മെൻ്റ് എന്നുള്ള പ്ലെയറൊന്നും അല്ല. അടിക്കും, ഹെഡ് അടിക്കും കിട്ടിക്കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് ആ ഓഫ്ലൈൻ പ്ലെയറിനെ പടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവൻ കയറി വരുന്നു. എന്തിനാ കുഞ്ഞേ? നീ ഒളിച്ചിരുന്ന് അടിക്കുന്നവനാണെങ്കിൽ ഞാൻ നേർക്കിന് വന്ന് അടിക്കുന്നവനാണ്. ഇതാണ് പ്രശ്നം. ഈ ഓഫ്ലൈൻ പ്ലെയറിനെ അടിക്കുന്നതാണ്. കയറി കയറി കയറി. ഓക്കെ 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 ഫൈൻ ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? 2 റൗണ്ടും കൂടി നമുക്ക്, അവർക്ക് ഒറ്റ റൗണ്ടും കൂടി. ബാഗ് അവർ ടീമിലൊരുത്തന്നെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ഭാരം കുറഞ്ഞു കിട്ടി. ഒറ്റ ഒരുത്തന്നെ. ഇനിയിപ്പോൾ ഇവനെ മാത്രം തേടിയാൽ മതിയല്ലോ. റഷ്യതൊക്കെ വരണ്ട കേട്ടോ. ചെറുക്കൻ ഒറ്റ റൗണ്ട് ജയിച്ചാൽ പോരാ, എൻ്റെ ഒരു ധൈര്യം. പക്ഷേ ഞാൻ പേടിയില്ലാത്തവനാണ് മോനെ. ഇപ്പം ഓക്കെ ആയില്ലേ? ഈ റൗണ്ട് ആര് ജയിക്കും? ഈ റൗണ്ട് ആര് ജയിക്കും? ഇപ്പോൾ കറക്റ്റ് 1v1 സിറ്റുവേഷനാണ്. നോക്കാം. മീ വേഴ്സസ് എന്താ അവൻ്റെ പേര്? SDG001234. എന്തോടാ 13 കില്ലുണ്ട്, എനിക്ക് 14 കില്ല്. നോക്കാം. ഓഫ്ലൈൻ പ്ലെയർ ആണെന്ന് കൂടെ നോക്കുന്നില്ല. നീ ഗ്ലൂ വാളിട്ട് എന്ത് ചെയ്യാനാ? വന്ന് മുമ്പിൽ പെട്ടാൽ തീർന്നു. ഓക്കെ ഗൈസ്, സീ യു ലേറ്റർ, അലിഗേറ്റർ.